സൂംബ ഡാൻസ് കേരള സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡ് സൂംബ ഡാൻസിൻ്റെ കുറിച്ചാണ്. ഇത് വായിച്ചത് കേട്ട് നല്ലൊരു ഡാൻസുകാരാകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ചിലർ എതിർക്കുന്നു, പക്ഷേ ചിലർ അനുകൂലിക്കുന്നു. നമുക്ക് സൂംബ ഡാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണാം. ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ്. തുടങ്ങാം. ഏവർക്കും ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ചാനലിലേക്ക് ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേക വിഷയമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, ഇന്ന് സുംബ ഡാൻസിനെ കുറിച്ച് ഒരു വേണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ വിവാദം നടക്കുന്ന ഒരു സമയമാണിത്. പത്രത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും സുംബ ഡാൻസിന് എന്താ പ്രാധാന്യം, ചില വിഭാഗങ്ങളുണ്ട്, എന്തിനും എതിർക്കുന്ന വിഭാഗങ്ങളുണ്ട്, അവരെന്തിനെ എതിർത്തുകൊണ്ടിരിക്കും, ആരെയും വളർത്തത്തുമില്ല, വളരാനോട്ട് സമ്മതിക്കത്തുമില്ല, അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ സുംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ 1981 SSLC ജയിച്ചത്. അപ്പോൾ എൻ്റെ പ്രായമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സുംബ ഡാൻസിനെ എന്തിന് വിരോധിക്കുന്നു എന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഈ സുംബ ഡാൻസ് എന്ന് പറയുന്നത് കൊളംബോയിലുണ്ടായതാണ് 1990. അവിടെ ചിലപ്പോൾ പെണ്ണുങ്ങൾ കാണും, അതുപോലെ ചിലപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കാണും. അവർ നഗ്ന നൃത്തമൊന്നുമല്ല അവിടെ ആടുന്നത്. ചില ആൾക്കാരുടെ വിചാരം ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ തുണിയും പറിച്ചിട്ട് ഓടുക, ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല. അവിടെ നല്ലതായിട്ട് ഡാൻസ് ചെയ്ത് മ്യൂസിക്കിൻ്റെ ട്യൂണിനനുസരിച്ച് ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ട്യൂണിനനുസരിച്ച് കൈ ഉയർത്തുകയും താൽക്കുകയും കാലുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു, മലബാറിലെ ഒരു സ്കൂളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചില ആൾക്കാർ ഇതിനെ എതിർക്കണം. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഡോക്ടർ എന്ന നിലയിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾക്കൊരു എക്സർഷൻ കിട്ടുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വിശ്രമം കിട്ടുന്നു. എക്സർഷൻ അല്ല, വിശ്രമമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നിങ്ങളുടെ കഠിനമായിട്ടുള്ള ഈ പഠനത്തിൻ്റെ മധ്യത്തിലും നിങ്ങൾക്ക് അല്പം വിനോദം കാണുവാനായിട്ട്, വിനോദിക്കുവാനായിട്ടൊരു അവസരം. നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അറിയാതെ അതിൽ ഉല്ലസിച്ച് പോകും. അതൊരു കാര്യം. രണ്ടാമത്, നിങ്ങളുടെ സ്ട്രെസ്സുകളൊക്കെ വളരെ റെഡ്യൂസ് ചെയ്യും. മൂന്നാമത്, ആരെങ്കിലും ഡിപ്രഷൻ രോഗികളുണ്ടെങ്കിൽ അവരുടെ ഡിപ്രഷൻ പകുതി മാറാനായിട്ട് ഇത്തരം നൃത്തങ്ങൾ നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ബുദ്ധികൾ വർദ്ധിക്കാനും ലോകത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് ഇതിന് ഇടയാകും. വേറൊരു വിശേഷമുണ്ട്, ഹാപ്പി ഹോർമോൺസ്. ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഹോർമോൺസ് ഇതിലൊന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങളുടെ ഈ സ്ട്രെസ്സിൻ്റെ വിഡ്രോയിൽ വരുന്നതായിട്ടുള്ള സമയത്ത് അത് നിങ്ങളുടെ
നിങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശരീരം വളരും. എന്ന് വെച്ചാൽ ശരീരപ്പൊണ്ണത്തടി ആവണമെന്നല്ല, നിങ്ങളുടെ ശരീരത്തിന് നല്ല ബലം വയ്ക്കും. നിങ്ങളുടെ കൈക്ക്, ഞാനീ പറയുന്നത് പോലെ ഈ കൈക്ക് നല്ല ബലം വയ്ക്കും, ഈ കാലിന് നല്ല ബലം വയ്ക്കും. നിങ്ങളുടെ ഉറക്കം സുഖമാകും. കാരണം ഈ ക്ഷീണം കൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം കയറി കിടന്നുറങ്ങണമെന്നല്ല, പകരം പഠിച്ചതിന് ശേഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങുവാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ നിങ്ങൾക്ക് മറ്റ് കായിക രംഗങ്ങളിൽ നിങ്ങൾ ഉജ്ജ്വലമായി വികസിക്കാനും ഇത് ഉതകുന്നതാണ്. അതുകൊണ്ട് പല പ്രയോജനങ്ങൾ ഇതിനകത്തുണ്ട്. എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി ഇരുന്നിട്ട് പുസ്തകപ്പുഴ പോലെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ ഈ സുംബോ ഡാൻസ് ചെയ്യുക. ഈ സുംബോ ഡാൻസ് എന്ന് പറയുന്ന ഈ ഡാൻസ് ചിലർ എതിർക്കുന്നു. അത് പിന്നെ എതിർക്കാനല്ലാതെ ചില ഒരു വിഭാഗം എതിർക്കുന്നുണ്ട്. ആ ഒരു വിഭാഗത്തിൽ നല്ലൊരു ശതമാനവും ഇത് അനുകൂലിക്കുന്നവരാണ്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, എല്ലാത്തിനും അങ്ങ് എതിര് പിടിക്കും, എല്ലാത്തിനും ഭാര വയ്ക്കും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് കായികമായി നേരിടേണ്ട കാര്യമില്ല. ഇത് ശക്തമായിട്ട് കൊണ്ടുവന്നാൽ, ഗവൺമെൻറ് ഇത് കൊണ്ടുവന്നാൽ 1990 തുടങ്ങി 160 രാഷ്ട്രങ്ങളിൽ ഇതിൻ്റെ എല്ലാം അലയടിയുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഇതൊക്കെ എല്ലാം പോത്തിവെക്കണമെന്ന് പറഞ്ഞവർ എല്ലാം തിരിച്ചു വരുന്ന ഈ സമയത്ത് സുംബോ ഡാൻസുകൾ മുന്നോട്ട് വരട്ടെ. ഇങ്ങനെയുള്ള കായിക പരിപാടികൾ, നൃത്തത്തിനൊത്ത പാടാൻ പറ്റുന്ന പരിപാടികൾ വളർന്നു വരട്ടെ. ഇത് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഡോക്ടർ രാജു വ്യൂസ് ആൻഡ് മെസ്സേജിൽ നിന്നും ഡോക്ടർ രാജു.